ബെഡ്റൂമിലെ പ്രേതം എന്നൊരു സംഭവം ഉണ്ടായി. അതായത് അദ്ദേഹം ഉറങ്ങിക്കിടന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ എന്തെങ്കിലും ഒന്ന് വീണ് പൊട്ടുക, അത് അവരുടെ പ്രസൻസ് അവരെ അറിയിക്കുന്നതാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരൂ എന്ന് പറയുന്നതാണ്. ട്രിവാൻഡ്രത്തൊക്കെ പോകുന്ന സമയത്ത് ഞാനും മോളും തനിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് വഴി പോകുന്ന പോലെ ബാക്ക് സൈഡിൽ നമുക്ക് പ്രസൻസ് കിട്ടാറുണ്ട്. ഒബ്സർവേഷൻ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ മൈൻഡിലോ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പം ഇവിടെ സോളിന്റെ അനുഭവം മിരാജിക്ക് തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ടൊരു ഫീല് വന്നു. ഇപ്പം നമ്മൾ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് എന്താണ് അറിവുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മളെക്കാൾ മുന്നേ സോൾസിന് അറിയാം. എല്ലാവർക്കും അറിയാം ഇവരോട് എന്താണ് ചെയ്യേണ്ടത്. ഇവരെ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് നമ്മൾ സംസാരിക്കാറുണ്ട്. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു പ്രസൻസ് നമുക്ക് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ എന്തോ ഒന്ന് അവർ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു കിഴി കെട്ടിയ പോലെ നാണയങ്ങളുണ്ടായിരുന്നു. മീരാജി നമസ്തേ. നമസ്തേ. മീരാജിയുടെ വീട്ടിലും പ്രേതമോ? ഇത് നമ്മൾ ഒരുപാട് ജ്യോതിഷന്മാരുമായിട്ടും പല ഹോളിസ്റ്റിക് ഹീലേഴ്സുമായിട്ടും സംസാരിക്കുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള സോൾസിൻ്റെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളിരിക്കുന്ന ഈ ഒരു സ്ഥലത്തും സോളിൻ്റെ പ്രസൻസ് ഉണ്ട് 100% ഉണ്ട്. അത് നമ്മുടെ സ്റ്റേജസ് വലുതാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ തുരിയ സ്റ്റേജിലാണെങ്കിലോ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. നമ്മൾ ഒരാളെയും പ്രൊവോക്ക് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സോള് നമുക്ക് 100 രീതിയിലും സപ്പോർട്ട് മാത്രമേ തരുള്ളൂ, അല്ലേ? അപ്പോൾ മീരാജിയുടെ വീട്ടിൽ ഞാനന്നൊരു ഒഫീഷ്യൽ ആവശ്യമായിട്ട് ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് ഒരു സോൾ പ്രസൻസ് ഉണ്ടായി. അത് ഞാനും മീരാജി നേരിട്ട് കാണുന്നതാണ്. മീരാജിക്ക് നേരത്തെ അറിയാം അവിടെ സോൾ പ്രസൻസ് ഉണ്ടെന്നുള്ള കാര്യം, പക്ഷെ ഞാനൊന്നും അറിയുന്നില്ല. അപ്പോൾ തൊട്ടടുത്തൊരു ചർച്ചുണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ ഹിന്ദു കൾട്ടിൽ പറയുന്ന വരുത്തുപോക്കെന്നും പറയാറുണ്ട്. അതായത് ആത്മാക്കൾ വന്നു പോകുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ വന്നു പോകുന്ന വഴിയാണ് എന്നും പറയാറുണ്ട്. എന്താണ് ആ സോളിൻ്റെ പ്രസൻസ് അവിടെ വരാനുള്ള കാരണം ഒന്ന് പറയാമോ? ആക്ച്വലി സോൾസ് പല കാര്യങ്ങൾ കൊണ്ട് വരാറുണ്ട്. ഇപ്പം നമ്മളെക്കാൾ വേഗതയാണ് അവരുടെ ചിന്തകൾക്ക്. അവർക്ക് എല്ലാം അറിയാം. ഇപ്പം നമ്മൾ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് എന്താണ് അറിവുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മളെക്കാൾ മുന്നേ സോൾസിന് അറിയാം. ചില സോൾസ് വരുന്നത് അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പം സാധാരണ ഉള്ള ആളുകളോട് പറയുകയാണെങ്കിൽ അവർ പറയും മീരാജിക്ക് എന്താ പറ്റിയേ, എന്തെങ്കിലും വേറെ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കും. ഡെഫിനറ്റ്ലി. പക്ഷേ വൺസ് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. ചില ആളുകൾ വന്നിട്ട് ഡ്രാമറ്റിക് മോഡിൽ നമ്മളോട് സംസാരിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കറക്റ്റ്. അവർക്ക് അവിടെ വന്ന് ഞങ്ങൾ താമസിക്കുന്ന വീട് ആദ്യം എംപ്റ്റി ആയിട്ട് കിടക്കുമായിരുന്നു കുറച്ച് കാലങ്ങൾ. അപ്പോൾ അതിലെ വരുത്തുപോക്കിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുറച്ച് മുകളിലുള്ള ഒരു വീടാണ്. അപ്പം അവർക്ക് വന്നു പോകാനും ഒക്കെ ഒരു നല്ലൊരു സൗകര്യമുള്ളൊരു സ്ഥലം എന്നുള്ള രീതിയിൽ കയറി വന്ന ആളുകളാണ്. സോ നമ്മൾ വൺസ് അവിടെ കയറിയ സമയത്ത് ഈ പറഞ്ഞ മാതിരി പലതരം സോൾസിനെ അവിടുന്ന് സോൾസ് പ്രസൻസ് നമ്മൾ കാണാറുണ്ട്. സോ ഇവരെ കാണുമ്പം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മളെല്ലാവരും ഹീലേഴ്സാണ് വീട്ടിൽ. അപ്പം എല്ലാവർക്കും അറിയാം ഇവരോട് എന്താണ് ചെയ്യേണ്ടത്. ഇവരെ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് നമ്മൾ സംസാരിക്കാറുണ്ട്. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇതിലെ കടന്നു പോകുന്നതെന്ന് സത്യസന്ധമായിട്ട് പറയാറുണ്ട്. ചില ആളുകൾ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ മക്കൾ അവരെ നോക്കാതെ ഇവർക്ക് യാതൊരു കർമ്മങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പം ഇവരുടെ ആവശ്യം ഇവരുടെ മക്കളോടൊന്ന് പറഞ്ഞ് കർമ്മങ്ങൾ ചെയ്യിക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അത് എത്ര പറഞ്ഞിട്ടും ആ സോൾസിന് ഇത് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ. സോ ഇവരോട് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ മക്കളെ അറിയില്ല, എവിടെയാണെന്നും അറിയില്ല. സോ ഞാൻ ഹെൽപ്ലെസ് ആണ്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞത്, കുട്ടി ഹെൽപ്ലെസ് ആണെങ്കിൽ പോലും നിങ്ങൾ മനസ്സ് തുറന്ന് എൻ്റെ മക്കൾക്ക് ആ ഒരു ബോധ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. വളരെ ജെന്യൂനായിട്ട് നമുക്ക് സങ്കടം തോന്നും ചില സോൾസിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ. സോ നമ്മുടെ പിന്നീടുള്ള മെഡിറ്റേഷനിലൊക്കെ ഞാൻ അവരുടെ ഫാമിലിയെ കൂടെ ഉൾപ്പെടുത്തി 1-2 ദിവസം ആ സോളിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് കണ്ടിട്ടില്ല. സോ ആ സോളിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഞങ്ങൾക്കുണ്ട് എന്ന് ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ അനദർ വൺ എന്ന് പറഞ്ഞാൽ വേറൊരു സോള് സ്ഥിരമായിട്ട് ഞങ്ങളുടെ പൂജാ റൂമിൻ്റെ സൈഡിൽ വന്നിരിക്കും. എന്തിനാന്ന് ചോദിച്ച ആൾ മിണ്ടാറൊന്നുമില്ല. ഞാനിപ്പോൾ ആദ്യം അവിടെ ഇരിക്കട്ടെ,
നമുക്ക് പ്രശ്നമില്ലാത്ത ഒരാൾ അവിടെ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പ്രസൻസ് നമുക്ക് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുകയായിരുന്നു. അന്ന് പ്രദീപ് വീട്ടിൽ വന്ന സമയത്ത് ഫീൽ ചെയ്ത ആ ഒരു എനർജി കുറേ ദിവസങ്ങളോളം അവിടെ ഇരുന്നിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ എന്തൊക്കെയോ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ആ സോളിന് അവിടുന്ന് വിട്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളെല്ലാം തിരഞ്ഞ്, അപ്പോൾ ഈ ഒരു ഇൻറ്റ്യൂഷൻ അവർ നമുക്ക് തരുന്നുണ്ട്, നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് കുറച്ച് നാണയങ്ങൾ ഇരിക്കുന്നുണ്ട്, അതെടുത്ത് ഒന്ന് പിന്നെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടിടുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എവിടെ പോയിട്ട് എങ്ങനെ നാണയം തിരയുന്നു നമുക്കറിയില്ല. കാരണം പുതിയതായിട്ട് അവർ പെയിൻ്റെല്ലാം അടിച്ച് വൃത്തിയാക്കി തന്നിട്ടുള്ള ഒരു വീടാണ്. കുറേ തിരഞ്ഞ് അവസാനം കിച്ചണിൻ്റെ അവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അപ്പം ഈ വർക്ക് ഏരിയയുടെ സൈഡിലായിട്ടൊരു പ്ലഗിൻ പോയിന്റ് അങ്ങനെ എന്തോ ഒന്ന് അവർ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു കിഴി കെട്ടിയ പോലെ നാണയങ്ങൾ ഉണ്ടായിരുന്നു. സോ നമ്മളതെടുത്ത് കൊണ്ടുപോയി അത് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അതിനുശേഷം പിന്നീട് ആ സോൾ പ്രസൻസ് അവിടെ ഉണ്ടായിട്ടില്ല. വിരാജ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് പലർക്കും ഉണ്ട്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, ജിനു എന്ന പുള്ളിയുടെ പേര്. പുള്ളി ഒരു ലീഡിങ് ഹിപ്നോട്ടിസ്റ്റാണ്. പുള്ളി സോഷ്യൽ മീഡിയയിൽ വളരെ പ്രസൻസ് ഉള്ള പുള്ളിയാണ്. ഇദ്ദേഹമായിട്ട് ഞാൻ വാഗമണിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളി പറയണ്ടായി, പ്രതിവേട്ട ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് മൂന്നാറോ വാഗമണോടോ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൽ ഭയങ്കര ശബ്ദം. പുള്ളി പോയി ചോദിച്ചു, ഇതുപോലെ സോളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എന്താ ആവശ്യം, എന്തിനാ വന്നേ, നമ്മളെ ഉപദ്രവിക്കരുത്. അപ്പോൾ സോള് പറഞ്ഞ ഡിമാൻഡ് എന്ന് പറയുന്നത്, എൻ്റെ കുട്ടികളാരോ നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികളോ അവരോ, അതായത് ഇത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഈ ജിനു ബ്രോ ചെയ്തു. ഇദ്ദേഹവും ഫാമിലിയായിട്ട് പോയി ആ ഭക്ഷണം കൊടുത്തു. പിന്നെ അത് വളരെ ഒരു ഉപദ്രവമൊന്നുമില്ലാതെ മാറിപ്പോയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് പല രീതിയിൽ പല എക്സാമ്പിളുണ്ട്. ഞാനത് ലൈവായിട്ട് കണ്ടതാണ് മീരാജിയുടെ വീട്ടിൽ. അപ്പോൾ വരുന്ന ക്ലയൻസ് പലരും കാണുമ്പോൾ ഇത് പേടിക്കില്ലേ? വരുന്ന ക്ലയൻസ് ഇത് തിരിച്ചറിയാറില്ല. ചില ആൾക്കാർക്ക് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അതെന്താ കാര്യം എന്ന് വെച്ചാൽ, വരുന്ന ക്ലയൻസ് അവരുടെ പ്രോബ്ലംസ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മളെ കണ്ട് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഹീലിടുന്ന സമയത്ത് അവരുടെ കാര്യത്തിലാണ് ഇൻവോൾവ്മെന്റ്. അല്ലാതെ എൻ്റെ വീട്ടിൽ ഒരു പൂവിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ട്, അവരൊരിക്കലും അത് ബോധേഡ് പോലും ആയിരിക്കില്ല. കാരണം ഒത്തിരി പ്രശ്നങ്ങൾ അത് അങ്ങ് അറ്റത്തെത്തിയിട്ടല്ലേ വരണത്. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ചൊന്നും ബോധേഡ് അല്ല. ഒരിക്കലും സറൗണ്ടിങ്സ് അവർ ചെക്ക് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഈ സ്റ്റുഡിയോയിൽ കയറി ഇവിടെ വന്നിരുന്നു, ഇപ്പം നമ്മൾ അപ്പുറത്തെല്ലാം പോയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ദാറ്റ് അത് നമ്മളത് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് എവ്രി വൺ അപ്പം അങ്ങനെ ഒരു ഒബ്സർവേഷൻ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ മൈൻഡിലോ ആയിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പം ഇവിടെ സോളിന്റെ അനുഭവം മിരാജിക്ക് തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ടൊരു ഫീല് വന്നു, ബട്ട് അത് ഹാമാക്കുന്ന ഒരാളായിട്ട് തോന്നിയില്ല. പിന്നീട് യാത്ര പോകുന്ന സമയത്ത്, ട്രിവാൻഡ്രത്തൊക്കെ പോകുന്ന സമയത്ത് ഞാനും മോളും തനിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് വഴി പോകുന്ന പോലെ ബാക്ക് സൈഡിൽ നമുക്ക് പ്രസൻസ് കിട്ടാറുണ്ട്. എന്തിനാ വന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അധികവും ഞങ്ങൾ എന്തെങ്കിലും അമ്പലങ്ങളിലോ പള്ളികളിലോ വിസിറ്റ് ചെയ്യാനായിരിക്കും പോകുന്നത്. അപ്പോൾ ഞങ്ങളോട് പറയും, എനിക്ക് വേണ്ടിയിട്ട് ഇന്ന കാര്യം ചെയ്യണം കേട്ടോ, ശരിയെന്ന് പറയാറുണ്ട്, നമ്മൾ ചെയ്തും കൊടുക്കാറുണ്ട്. അപ്പം സോൾസിനെ ഒരു കാരണവശാലും ആരും പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരെ പേടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് കുറച്ചൊന്ന് അത് ചെയ്യല്ലേ എന്ന് പറയുന്ന രീതി കണ്ടാൽ ഒരു പക്ഷേ ആളുകൾ പേടിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ എന്തെങ്കിലും ഒന്ന് വീണ് പൊട്ടുക, അത് അവരുടെ പ്രസൻസ് അവരെ അറിയിക്കുന്നതാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരൂ എന്ന് പറയുന്നതാണ്. അല്ലാതെ നമ്മുടെ ഉപദ്രവിക്കാനായിട്ട് വരുന്നതായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈ മിരാജ് പറഞ്ഞ ഈ ഒരു എക്സ്പീരിയൻസ് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പലരും പറയുന്നുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ബ്രിഡ്ജിൻ്റെ മുൻപും ശേഷവും അവിടെ ഇതുപോലെ സോൾ പ്രസൻസ് പലരും പറയുന്നുണ്ട്. ഞാനത് പല മീഡിയംസിലും ഓൾറെഡി പലരും ഡിസ്കസും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കാണുന്നില്ല. ഈ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ ഇതിനുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലേ, ക്രോമോ ഫോട്ടോഗ്രാഫി ഇങ്ങനെ പലതും ഉണ്ട്. സോ ഈ എക്യുപ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, കാണാൻ കഴിയുമെന്നാ പറയാം, പ്രസൻസ് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹമായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നത്, അദ്ദേഹം ഒരുപാട് കേസ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം രാത്രി ബെഡ്റൂമിലെ പ്രേതം എന്നൊരു സംഭവം ഉണ്ടായി. അതായത് അദ്ദേഹം
ഉറങ്ങിക്കിടന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് കാല് താഴെ കാണുന്നില്ല, ഒരാൾ നിൽക്കുന്നു. സോ ബെഡ്റൂമിൽ പ്രേതം ഉണ്ടായിരുന്നു. സോ അപ്പോൾ പ്രേതമെന്ന് പറയേണ്ട വാക്കല്ല, പക്ഷേ വളരെ പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. സോ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു തൊലിയ സ്റ്റൈലിലേക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ്മെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു, പ്രസ് ക്ലബ്ബിൽ. അപ്പോൾ പ്രസ് ക്ലബ്ബിൽ ഉണ്ടായിരുന്ന സമയത്ത് മധു ബാലകൃഷ്ണ വാര്യർ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓഥറാണ്. ഇദ്ദേഹം ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹമായിട്ടൊരു കോൺട്രവേഴ്സിയും ഒരു ഡിബേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല സ്റ്റേജസ്, പല ഭാഗത്ത് ഇദ്ദേഹം ഈ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മീരാജി പറഞ്ഞത് ഓൾറെഡി വളരെ സിമിലാരിറ്റി ഉള്ള സംഭവമാണ്.